വീട്ടിലേക്ക് തിരികെ എത്തിയ നന്ദു പോർച്ചിൽ അച്ഛൻ്റെ കാർ കിടക്കുന്നത് കണ്ട് ചെറുതായൊന്ന് പതറി. അച്ഛൻ ചോദിച്ചാൽ എന്ത് പറയും എന്നാലോചിച്ച് നടക്കുന്നതിനിടയിലാണ് അവൾ നേരെ അച്ഛൻ്റെ മുന്നിൽ ചെന്ന് പെടുന്നത്. പക്ഷെ അവൾ പേടിച്ചതുപോലെ ഒന്നും നടന്നില്ല. അച്ഛൻ അവളോടൊന്നും ചോദിച്ചില്ല എന്ന് മാത്രമല്ല, അവളോട് വളരെ സ്നേഹത്തോടെയാണ് അയാൾ പെരുമാറിയത്. അവൾക്ക് വേണ്ടി അയാൾ ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെയും വാങ്ങിച്ചു കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെയും അയാൾ തന്നെ എടുത്തു കൊടുത്ത് അവളെ കഴിപ്പിച്ചു. അതിനിടയിൽ അച്ഛൻ 2 ദിവസം കഴിഞ്ഞ് നടക്കുന്ന അവളുടെ എൻഗേജ്മെൻറ്റിൻ്റെ കാര്യവും സൂചിപ്പിച്ചു. അത് കഴിഞ്ഞ് എല്ലാം മറന്നു പുതിയ നന്ദുവായി പഴയതുപോലെ കോളേജിൽ പൊയ്ക്കൊള്ളാനും അനുമതി കൊടുത്തപ്പോൾ അവൾ മറുത്തൊന്നും പറയാതെ തല കുലുക്കി സമ്മതിച്ചു. അതിൻ്റെ കൂടെ നാളെ ഡ്രസ്സ് എടുക്കാൻ പോകുന്ന കാര്യം കൂടി സൂചിപ്പിച്ചു. അവിടേക്ക് ചെറുക്കനും വീട്ടുകാരും കൂടി വരുന്നുണ്ടെന്നും അയാൾ അറിയിച്ചു. ഇതൊക്കെ കേട്ട് നന്ദു ആകെ വട്ടി പിടിച്ച അവസ്ഥയിലായി. കൃഷിൻ്റെ കാറിൻ്റെ ശബ്ദം കേട്ടതും അവൻ്റെ അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയും അകത്ത് നിന്ന് ഇറങ്ങി വന്നു. പതിവിലും വിപരീതമായി എല്ലാവരും അവനെ സ്നേഹത്തോടകത്തേക്ക് ആനയിച്ചു കൊണ്ടുപോയപ്പോൾ തന്നെ അവന് എവിടെയോ എന്തൊക്കെയോ ഒരു തകരാറ് പോലെ തോന്നിയിരുന്നു. പക്ഷെ മുഴുവനായും അങ്ങ് പിടികിട്ടിയതേ കുളിച്ച് ഫ്രഷായി വന്നപ്പോൾ അമ്മ ഉണ്ടാക്കി വെച്ച പലഹാരങ്ങൾ കണ്ടപ്പോഴാണ്. അപ്പം തന്നെ അവൻ കാര്യം എന്താണെന്ന് അമ്മയോട് ചോദിച്ചു. എന്നാൽ അതിനുള്ള മറുപടി പറഞ്ഞു വന്നതോ എങ്ങാണ്ടോ ഇരുന്ന് പത്രം വായിച്ചുകൊണ്ടിരുന്ന അച്ഛനും. 2 ദിവസം കഴിഞ്ഞു നിന്റെ എൻഗേജ്മെൻറ്റ് നടക്കും. നാളെ നമ്മൾ അതിൻ്റെ പർച്ചേസിന് പോവും. നിനക്ക് എന്തേലും എതിർപ്പുണ്ടോ എന്നും പറഞ്ഞ അയാൾ അവനരികിൽ ചായ കുടിക്കാനിരുന്നപ്പോൾ തലകുലിക്ക് സമ്മതം അറിയിക്കുകയല്ലാതെ വേറൊരു നിവൃത്തിയും അവനില്ലായിരുന്നു. അന്നേരം അവൻ ദേഷ്യം മുഴുവൻ തീർത്തത് മുന്നിൽ വെച്ച പലഹാരത്തിനോടായിരുന്നു. അച്ഛനും അമ്മയും ഉറങ്ങിക്കഴിഞ്ഞു. കൃഷ്ണന് ഫോൺ വിളിച്ച് കാര്യം പറയാമെന്ന് കരുതി കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുമ്പോഴാണ് കൂടെ കിടക്കാനാണെന്നും പറഞ്ഞ് അമ്മ അവളുടെ അരികിലേക്ക് വരുന്നത്. അങ്ങനെ അവളുടെ ആഗ്രഹങ്ങളൊക്കെ വെള്ളത്തിൽ വരച്ച വര പോലെയായി. ഇതേ സമയം കൃഷ് നന്ദു വിളിക്കുന്നതും കാത്ത് ഒരുപാട് നേരം ഉറക്കം വിളച്ചു. അവസാനം അവനും ഉറങ്ങിപ്പോയി. അമ്മ ഉറക്കം പിടിച്ചതും നന്ദു അച്ഛൻ്റെ മുറിയിൽ ചെന്ന് അച്ഛൻ്റെ ഫോൺ അടിച്ചു മാറ്റി. അതിൽ നിന്നും ആ വീഡിയോ കൃഷ് കൊടുത്ത ഫോണിലേക്ക് വാട്സാപ്പ് ത്രൂ സെൻഡ് ചെയ്തു. ശേഷം തെളിവുകളൊന്നും അവശേഷിക്കാത്ത മട്ടിൽ എല്ലാം ഡിലീറ്റ് ചെയ്തു. ആ വീഡിയോ അയച്ച നമ്പറും നോട്ട് ചെയ്തു. പിന്നെ അച്ഛൻ്റെ ഭാവി മരുമോൻ്റെ നമ്പർ കുറേ നേരം തപ്പി നോക്കിയെങ്കിലും അവൾക്ക് കിട്ടിയില്ല. അല്ലേലും പേര് പോലും അറിയാത്ത ആളുടെ നമ്പർ എങ്ങനെ തപ്പി പിടിക്കും? ഇനി നാളെ അമ്മയോട് ചോദിച്ച് വാങ്ങിക്കാം എന്നും കരുതി അവൾ തിരികെ മുറിയിലെത്തി. രാത്രിയിൽ കൃഷ്ണനെ ഒരു തവണ വിളിച്ചു നോക്കിയെങ്കിലും അവൻ ഉറങ്ങിക്കാണും എന്ന് കരുതി അവൾ ബുദ്ധിമുട്ടിക്കാൻ നിന്നില്ല. പിറ്റേന്ന് രാവിലെ അമ്മ എഴുന്നേറ്റ് പോയ ഉടനെ നന്ദു കൃഷ്ണനെ വിളിച്ചുവെങ്കിലും അവൻ ഉറക്കത്തിലായിരുന്നതിനാൽ കോൾ വന്ന കാര്യം അറിഞ്ഞില്ലായിരുന്നു. കൃഷ് ഫോൺ എടുക്കാഞ്ഞപ്പോഴാണ് കാര്യങ്ങളൊക്കെയും ചുരുക്കി പറഞ്ഞുകൊണ്ട് അവൾ ഒരു ടെക്സ്റ്റ് മെസ്സേജ് സെൻഡ് ചെയ്യുന്നത്. കൂടെ ആ വീഡിയോ അയച്ചു. ചെറുക്കനും കൂടി ഇന്ന് ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് നന്ദുവിൻ്റെ നെഞ്ച് കിടുകിടാ വിറക്കുവാണ്. അന്ന് ഈ പെണ്ണിനെ അല്ലല്ലോ കണ്ടതെന്ന് ആ തെണ്ടി എല്ലാവരുടെ മുന്നിൽ വെച്ച് പറഞ്ഞാൽ തീർന്നില്ലേ? ഇതേ ടെൻഷനിലാണ് കൃഷും. എന്നാലും ആ പെണ്ണിനോട് ഞാൻ മലയാളത്തിലല്ലേ പറഞ്ഞത് എനിക്ക് മറ്റൊരു പെണ്ണിനെ ഇഷ്ടമാണെന്ന്. മോനെ കൃഷേ, നീയല്ല ഡെയിനാണ് പറഞ്ഞത്. കൃഷ് ആത്മകഥം പറയുന്നതിനിടയിൽ അവൻ്റെ ബുദ്ധി അത് തിരുത്തി കൊടുത്തു. ആ ഡെയിനെങ്കിൽ ഡെയിൻ ആരായാലും പറഞ്ഞല്ലോ. എന്നിട്ട് ആ പെണ്ണിന് ഇതെന്തിൻ്റെ കേടാ? ഇനിയിപ്പോൾ അവനിങ്ങനെ പറഞ്ഞു കാണില്ലേ? ഞങ്ങളോട് പുളുവടിച്ചതാണോ? എങ്കിൽ അവൻ തീർന്ന്. കൃഷ്ണൻ്റെ മനസ്സ് വല്ലാണ്ടങ്ങ് കാട് കയറി ചിന്തിച്ചു. ഇനിയിപ്പോൾ വരുന്നിടത്ത് വെച്ച് കാണാം എന്നും പറഞ്ഞ് ഫോണും പോക്കറ്റിലിട്ട് ഇറങ്ങാൻ നേരാണ് നന്ദുവിൻ്റെ മെസ്സേജ് കാണുന്നത്. മറ്റന്നാൾ അവളുടെ എൻഗേജ്മെൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ കൃഷ് ദൈവത്തെ മനസ്സറിഞ്ഞ് വിളിച്ചു പോയി. എൻ്റെ കൃഷ്ണ, ഒന്നുമില്ലേലും നമ്മൾ തമ്മിൽ പേരിൽ ഇത്രത്തോളം സാമ്യം ഉണ്ടായിട്ടും എന്നോട് ഇത്രയെങ്കിലും സ്നേഹം കാണിക്കായിരുന്നു. ഞങ്ങളുടെ 2 പേരുടെ എൻഗേജ്മെൻറ്റ് ഒരു ദിവസമാക്കി ഞങ്ങളെ പരീക്ഷിക്കുക. ഈ പൊട്ട മനസ്സിൽ തോന്നിയൊരു പഴക്കിനാവായി എൻ്റെ നന്ദയെ മറക്കണമെന്നായിരിക്കും. ഇന്നലെ ഞാൻ നേരിട്ട് വന്നപ്പോൾ എല്ലാം പറഞ്ഞതല്ലേ, എന്നിട്ട് എന്നോട് ഈ ചതി വേണ്ടായിരുന്നു. എന്നെ ഇരുട്ടിലാക്കിയിട്ട് വെളിച്ചത്തിൽ നിന്ന് ചിരിക്കാനാണ് പ്ലാനെങ്കിലേ നടക്കില്ല. എന്നെക്കൊണ്ട് ഇനിയും നന്ദന ഡയലോഗ്സ് പറയിപ്പിക്കരുതേ. ഇന്നത്തോടെ ഞങ്ങളുടെ കാര്യത്തിൽ 2-1 തീരുമാനിക്കണം. ഇല്ലേലേ ഞങ്ങൾ ഒളിച്ചോടും. അല്ല പിന്നെ. കൃഷ് ദൈവത്തിനോട് പരാതി പറയുന്നതിനിടയിലാണ് ആഡിസ് വിളിക്കുന്നത്. അവനോട് കാര്യങ്ങളൊക്കെയും പറഞ്ഞപ്പോഴാണ് കൃഷ്ണന് ഇത്തിരിയെങ്കിലും ആശ്വാസം തോന്നിയത്. നാളെയും മറ്റന്നാളും സാറ്റർഡേ സൺഡേ ആണല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് തന്നെ അങ്ങോട്ട് വരുന്നുണ്ട്. നീ ഒന്നും കൊണ്ടും പേടിക്കേണ്ട. ഈ എൻഗേജ്മെൻറ്റ് മുടക്കി 2ആയി മടക്കി തരുന്ന കാര്യം ഞങ്ങൾ ഏറ്റ്. ദിവിൻ കൂടി അത് പറഞ്ഞപ്പോൾ ഇല്ലാത്ത സന്തോഷം വാടകയ്ക്കെടുത്ത് അവൻ അച്ഛനും അമ്മയ്ക്കൊപ്പം ഷോപ്പിങ്ങിനിറങ്ങി. നഗരത്തിലെ പ്രമുഖ ടെക്സ്റ്റൈൽ ഷോപ്പിലേക്കാണ് അവർ പോകുന്നത്. നന്ദുവും അച്ഛനും അമ്മയും നേരത്തെ അവിടെ എത്തിയിരുന്നു. ഷോപ്പിങ്ങിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ എൻട്രൻസിനോട് ചേർന്നുള്ള കസ്റ്റമേഴ്സ് റെസ്റ്റ് ഏരിയയിൽ ഇരിക്കുമ്പോഴാണ് നന്ദു വാഷ്റൂമിലേക്ക് പോയി വരാമെന്നും പറഞ്ഞ് അവിടെ നിന്ന് സ്കൂട്ടാവുന്നത്. ഇതിന് പിന്നിൽ ഒരേ ഒരു ഉദ്ദേശം മാത്രം, മാറി നിന്ന് കൃഷ്ണന് ഫോൺ ചെയ്യുക. നന്ദു അവിടെ നിന്ന് പോയ സമയത്താണ് കൃഷും അച്ഛനും അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയും അങ്ങോട്ട് വരുന്നത്.
മേനോനും വർമ്മയും പരസ്പരം കൈയൊക്കെ കൊടുത്തപ്പോൾ അമ്മമാർ തമ്മിൽ ചിരിയും കുശലാന്വേഷണമൊക്കെയായി. തൻ്റെ ഭാവി മരുമോനെ ഇറുകെ പുണർന്നുകൊണ്ടാണ് വർമ്മ തൻ്റെ ഉള്ളിലെ സ്നേഹവും സന്തോഷവും പ്രകടിപ്പിച്ചത്. മോന് സുഖാണോ എന്നുള്ള നന്ദുവിൻ്റെ അമ്മയുടെ ചോദ്യത്തിന് കൃഷ് പുഞ്ചിരിയോടെ മറുപടി നൽകി. മോളെവിടെ എന്നുള്ള കൃഷിൻ്റെ അമ്മയുടെ ചോദ്യം കേട്ടപ്പോൾ ആ സോളോ ട്രിപ്പ് ഇന്നും ട്രിപ്പിന് പോയി കാണോ എങ്കിൽ എത്ര നന്നായേനെ എന്ന് കൃഷ് മനസ്സിൽ വിചാരിക്കുന്ന സമയത്താണോ നന്ദു വാഷ്റൂമിൽ പോയിരിക്കുകയാണെന്ന് അവളുടെ അമ്മ പറയുന്നത്. അതിനിടയിലാണ് ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് നന്ദു കൃഷിന് കോൾ ചെയ്യുന്നത്. നന്ദുവിൻ്റെ കോൾ വരുന്നത് കണ്ടതും കൃഷ് അവളോട് സംസാരിക്കാൻ വേണ്ടി പുറത്തേക്ക് നടന്നു. അപ്പോഴേക്കും കോൾ കട്ടായി. അത് കണ്ടതും കൃഷ് അങ്ങോട്ടേക്ക് വിളിച്ചു നോക്കി. ഇതേ സമയത്താണ് നന്ദുവും ഡയൽ ചെയ്യുന്നത്. രണ്ടുപേരും ഒരുമിച്ച് ഡയൽ ചെയ്തത് കൊണ്ടാവാം കോൾ കണക്റ്റ് ആയില്ല. അങ്ങനെ കുറച്ചധികം നേരത്തെ ശ്രമം അവസാനിപ്പിച്ചു. നന്ദു നിരാശയോടെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് നടന്നപ്പോൾ കൃഷിൻ്റെ മുഖത്തും ഇതേ നിരാശ പടർന്നിരുന്നു. അതോടെ അവൻ്റെ ഉള്ള മൂടും പോയി. എൻ്റെ അവസ്ഥ വല്ലതും അകത്ത് പോയ എൻ്റെ വീട്ടുകാർക്ക് മനസ്സിലാവോ എവിടെന്ന്? അതുകൊണ്ട് തൽക്കാലം ഇല്ലാത്ത മൂടം ഉണ്ടാക്കി അവരുടെ മുന്നിൽ ചെന്ന് നിൽക്കാം എന്നും കരുതി അവൻ അകത്തേക്ക് നടന്നു. ഗ്രൗണ്ട് ഫ്ലോറിലെത്തിയ നന്ദു അച്ഛനും അമ്മയും ഇതെവിടെ പോയി എന്ന് കരുതി ചുറ്റും നോക്കിയപ്പോഴാണ് ഫോൺ നോക്കി അകത്തേക്ക് വരുന്ന കൃഷിനെ കാണുന്നത്. താൻ കാണുന്നത് സത്യമാണോ എന്നറിയാതെ നന്ദു ഒരു നിമിഷം തറഞ്ഞു പോയിരുന്നു. പിന്നെ കയ്യിലൊന്ന് ഉള്ളി നോക്കി. അപ്പോഴാണ് കുട്ടിക്ക് സ്വപ്നമല്ലെന്ന കാര്യം പിടികിട്ടുന്നത്. കൂടുതൽ ആലോചിച്ച് നിൽക്കാതെ പരിസരം പോലും മറന്നു നന്ദു അവനരികിലേക്ക് ഓടി അവനെ ഇറുകെ പുണർന്നതും. ഒരു നിമിഷം കൃഷും ചുറ്റുള്ളതൊക്കെയും വിസ്മരിച്ചു പോയിരുന്നു. ആരെങ്കിലും കണ്ടാലോ എന്ന് കരുതി കൃഷ് അവളെ തന്നിൽ നിന്നും അടർത്തി മാറ്റി. കൃഷ്, നീ എന്താ ഇവിടെ? ഞാൻ നിന്നെ കാണാൻ വന്നതാ. നീ മെസ്സേജ് അയച്ചപ്പോൾ പറഞ്ഞായിരുന്നല്ലോ ഇങ്ങോട്ടാണ് വരുന്നതെന്ന്. പിന്നെ എൻ്റെ വീട് ഇവിടെ അടുത്താണല്ലോ. നന്ദാ, നീ ഓക്കെ ആണല്ലോ അല്ലേ? നിന്നെ കെട്ടാൻ പോണ പയ്യനും വന്നിട്ടുണ്ടോ? നീ അവനെ കണ്ടോ? കൃഷ് അവളിൽ നിന്നും കണ്ണെടുക്കാതെ ചോദിച്ചു. തൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ കാര്യം കൂടി അറിഞ്ഞാൽ നന്ദ ആകെ ഷോക്കാവണ്ടെന്ന് കരുതി കൃഷ് അക്കാര്യം അവളിൽ നിന്ന് മറച്ചു പിടിച്ചു. വരുന്നുണ്ടെന്ന് പറയുന്നത് കേട്ടു. ഞാനെങ്ങും കണ്ടില്ല. എനിക്കാരെയും കാണും വേണ്ട. കൃഷ്, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. വല്ലവൻ്റെ മുന്നിലെ കെട്ടൊരുങ്ങി നിൽക്കാൻ എന്നെ കിട്ടില്ല. നിനക്ക് പറ്റില്ലെങ്കിൽ പറഞ്ഞാൽ മതി കൃഷ്. ഞാനേ വേറെ എന്തെങ്കിലും വഴി കണ്ടോളാം. നന്ദു ഇത്തിരി കലിപ്പിലാണ്. നന്ദൂട്ടാ, എന്തൂട്ടാ? നീ ഇങ്ങനെ പിണങ്ങാതെ. നീ ധൈര്യമായിട്ടെ പോയി നല്ല കിടുക്കാച്ച കോസ്റ്റ്യൂം സെലക്ട് ചെയ്യും. നമ്മുടെ പിള്ളേരെ ഒന്ന് ലാൻഡ് ചെയ്യും. മറ്റന്നാൾ നടക്കാൻ പോകുന്നതേ നമ്മുടെ എൻഗേജ്മെൻ്റ് ആണ്. അതുകൊണ്ട് നല്ല വില കൂടിയ ഡ്രസ്സ് എടുത്ത് അച്ഛനെ മുടിപ്പിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാവൂ. കൃഷ് അവളെ സമാധാനിപ്പിച്ചു. സത്യമാണോ നീ പറയുന്നത്? എന്താ നിന്റെ പ്ലാൻ? നന്ദു വിടർന്ന മുഖത്തോടെ ചോദിച്ചു. അതൊക്കെയുണ്ട്. നമ്മൾ ഇനിയും ഇവിടെ നിന്ന് സംസാരിച്ചാലേ നിന്റെ വീട്ടുകാർ കാണും. പിന്നെ നിന്റെ വീട്ടുകാർക്ക് ഡൗട്ടായി അവസാനം ആ വീഡിയോയിലുള്ളത് ഞാനാണെന്ന് കൂടി കണ്ടെത്തി ആകെ സീനായി മൊത്തം അലമ്പാവും. അതുകൊണ്ടേ എൻ്റെ നന്ദൂട്ടൻ ചെല്ലി. കൃഷ് അവളെ പറഞ്ഞയക്കാൻ നോക്കി. ഇതേ സമയത്താണ് നന്ദുവിൻ്റെ അമ്മയും കൃഷിൻ്റെ അമ്മയും അങ്ങോട്ട് വരുന്നത്. കൃഷും നന്ദുവും സംസാരിക്കുന്ന ദൂരെ നിന്ന് അവരെ കാണാനിടയായി. അത് കണ്ടപ്പോൾ അമ്മമാർ ഹാപ്പിയായി. ഇനിയിപ്പോൾ തങ്ങൾ അങ്ങോട്ട് ചെന്നാൽ അവർക്കൊരു ബുദ്ധിമുട്ടാവേണ്ടെന്ന് കരുതി ഇരുവരും അവിടെ നിന്ന് പിന്തിരിഞ്ഞ് നടന്നു. അതിനിടയിലാണ് കൃഷിൻ്റെ ഫോണിലേക്ക് വിരാജിൻ്റെ കോൾ വരുന്നത്. കോൾ എടുത്ത് സംസാരിക്കുന്നതിനിടയിൽ കൃഷിൻ്റെ മുഖത്ത് എന്തൊക്കെയോ ഭാവമാറ്റം സംഭവിക്കുന്നത് നന്ദു ശ്രദ്ധിച്ചു. കൃഷ് കോൾ അവസാനിപ്പിച്ചതും നന്ദു കാര്യം തിരക്കി. വിരാജാണ് വിളിച്ചത്. തേജ മിസ്സിംഗ് കേസ് അന്വേഷിക്കാൻ വേണ്ടി CI പ്രതാപൻ കോളേജിലേക്ക് വന്നിരുന്നു അത്രേ. വിരാജിനെയും അലോകിനെയും കൂടാതെ കുറച്ചു പേരെയും കൂടി ചോദ്യം ചെയ്തിരുന്നു. ഇന്നലെയും ഇന്നും ഞാൻ ലീവാണല്ലോ. ഇലക്ഷൻ കഴിഞ്ഞതിൻ്റെ പിറ്റേന്ന് തൊട്ട് ചെയർമാൻ എങ്ങോട്ട് മുങ്ങി എന്ന കാര്യത്തിൽ പോലീസിന് ചെറിയൊരു സംശയം. എൻ്റെ ഈ മനോഹരമായ കൈകൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന്. എനിക്ക് കോളേജിലേക്ക് പോയേ പറ്റൂ. പ്രിൻസിയുടെ മുന്നിൽ തല കാണിച്ചു പോലീസ് സ്റ്റേഷനിൽ ഹാജരാവണം. കൃഷ് നന്ദുവിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. കൃഷ്, എനിക്ക് പേടിയാവുന്നു. പോലീസുകാർക്കിനി വല്ല സംശയവും? നന്ദുവിൻ്റെ ഉള്ളിൽ ആദ്യം നിറഞ്ഞു. അങ്ങനെയൊന്നും ഉണ്ടാവില്ല, നീ ചുമ്മാ ടെൻഷൻ ആവാതെ. നന്ദൂട്ട് ചെന്നേ ഹാപ്പിയായി എനിക്ക് കൂടി ഇഷ്ടമാകുന്ന തരത്തിലുള്ള കോസ്റ്റ്യൂം സെലക്ട് ചെയ്യും. സാരി വേണ്ട, ലെഹങ്ക മതി. ബട്ട് വയറൊന്നും പുറത്തേക്ക് കാണാനും പാടില്ല. ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണെന്നൊക്കെ എനിക്കറിയാം. നമുക്ക് ട്രെൻഡൊന്ന് മാറ്റി പിടിച്ചേക്കാം. അവളുടെ മൂക്ക് പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് അവനത് പറഞ്ഞതും നന്ദു അവനൊന്ന് നോക്കിപ്പോയി. പിന്നെ നന്ദു അവിടെ അധിക നേരം നിന്നില്ല. അമ്മമാരുടെ അരികിലേക്ക് നടന്നു. കൃഷ് തൻ്റെ അച്ഛനോട് കാര്യങ്ങൾ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങാൻ നേരാണ് അവൻ്റെ അമ്മ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. കിച്ചു, നീ ഇത് ഇങ്ങോട്ടാ പോകുന്നേ? അമ്മ, എനിക്ക് അത്യാവശ്യമായിട്ട് കോളേജിലെത്തണം. ഞങ്ങളുടെ കോളേജിൽ ഒരു കുട്ടി മിസ്സിംഗ് ആണ്. കോളേജ് ചെയർമാൻ എന്ന നിലയിൽ ഞാനിപ്പോൾ അവിടെ ചെന്നേ പറ്റൂ. ആണോ? കുഴപ്പമൊന്നുമില്ലല്ലോടാ. ഇല്ലമ്മ, ഞാൻ വൈകുന്നേരം ഇങ്ങെത്തില്ലേ. പിന്നെ എൻ്റെ കൂടെ എൻ്റെ 2-3 ഫ്രണ്ട്സും കാണും. എനിക്കുള്ള ഡ്രസ്സ് ഞാൻ അവരുടെ കൂടെ വൈകുന്നേരം വന്ന് എടുത്തോളാം.
പിന്നെ അമ്മ അവർ ഞായറാഴ്ചത്തെ ഫംഗ്ഷൻ കഴിഞ്ഞേ പോകത്തുള്ളൂ. അതുകൊണ്ട് ഈ 3 ദിവസം കുക്കിങ്ങിലുള്ള അമ്മയുടെ മുഴുവൻ കഴിവും പുറത്തെടുക്കണം. രാത്രിയിൽ നോൺ വെജ് മതി. അതൊക്കെ ഞാൻ ഏറ്റു. അല്ലടാ, നീ ആ കൊച്ചിനെ കണ്ടില്ലേ? എന്നിട്ട് എന്ത് പറഞ്ഞു? കൊച്ചോ? ഏത് കൊച്ച്? എടാ, നീ കെട്ടാൻ പോണ പെണ്ണ്. ഓ, ദാറ്റ് കൊച്ച്. ആ കണ്ടു. നല്ല കൊച്ച്. അല്ല, നല്ല കൊച്ച്. കണ്ടില്ലെന്ന് പറഞ്ഞാൽ ഇനി അമ്മ കൊണ്ടുപോയി ആ പിശാചിൻ്റെ മുന്നിൽ നിർത്തും. ഇതെങ്ങാനും നന്ദ കണ്ടാതോടെ എൻ്റെ കാര്യത്തിലൊരു തീരുമാനമാകും. ദൈവമേ, എന്നെപ്പോലൊരു ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ഉണ്ടാവില്ല എന്ന് മനസ്സിൽ പറഞ്ഞ അമ്മയുടെ മുന്നിൽ ഇല്ലാത്ത ആത്മാർത്ഥത ഉണ്ടാക്കി നിന്നു. എന്നിട്ട് മോൾ എന്ത് പറഞ്ഞു? എൻ്റെ അമ്മ ഒരേ കോളേജിൽ പഠിക്കുന്ന ഞങ്ങൾക്കാണോ കണ്ടന്റ് ക്ഷാമം? ഞങ്ങൾ മനസ്സുറന്ന് അങ്ങ് സംസാരിച്ചു. കൃഷ് അങ്ങ് തള്ളിമറിച്ചു. എന്നാ ഞാൻ അങ്ങ് ചെല്ലട്ടെ അമ്മ, ഇനിയും വൈകിയാൽ ശരിയാവില്ല എന്നും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. കൃഷ് പറഞ്ഞത് പ്രകാരം നന്ദു സന്തോഷത്തോടെ തനിക്കുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞ് ബാക്കിയുള്ള പർച്ചേസും കഴിഞ്ഞു. എൻഗേജ്മെൻറ്റിനുള്ള റിങ്ങും എടുത്തിട്ടാണ് അവർ മടങ്ങിയത്. ഇതേ സമയം കോളേജിലെത്തിയ കൃഷും പ്രിൻസിയുടെ മുന്നിൽ ഹാജരായി. ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ താൻ എങ്ങോട്ട് മുങ്ങി എന്ന പ്രിൻസിയുടെ ചോദ്യത്തിന് മുന്നിൽ ഒടുവിൽ തൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ കാര്യം അവന് തുറന്നു പറയേണ്ടി വന്നു. അതിന് മാത്രം നിനക്ക് പ്രായമായോടാ എന്നുള്ള അങ്ങയുടെ ചോദ്യവും അത് കഴിഞ്ഞുള്ള ആ നോട്ടവും നിന്ന നിൽപ്പിൽ തന്നെ അവനങ്ങ് ഇല്ലാണ്ടായിപ്പോയി. പിന്നീട് ആഡിസിൻ്റെ കൂടെ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി കേസുമായി നല്ല രീതിയിൽ സഹകരിക്കുമെന്ന് സിഐക്ക് മുന്നിൽ വരുത്തി തീർത്ത് അവിടെ നിന്ന് ഇറങ്ങി. ഇന്നെന്തായാലും ക്ലാസ്സിലിരിക്കുന്നില്ല എന്ന് കരുതി പിന്നീട് അലോകിനെയും വിരാജിനെയും കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചു. തൻ്റെ ഫ്രണ്ട്സിനെയും കൂട്ടി അവിടെ നിന്ന് ഇറങ്ങാൻ നേരാണ് തനുവിനെ കാണുന്നത്. തനു നന്ദുവിനെ അന്വേഷിച്ചു വന്നതാണ്. അവളുടെ വീട്ടിലാണെന്നും കുഴപ്പമൊന്നുമില്ലെന്നും പറഞ്ഞ് കൃഷ് മനഃപൂർവ്വം അവളിൽ നിന്ന് ഒഴിഞ്ഞു മാറി. കാരണം തനുവിൻ്റെ മുഖം കണ്ടാലറിയാം ചേച്ചിയെ കാണാതായതിൻ്റെ സങ്കടം ഉള്ളിലൊതുക്കിയിട്ടാണ് തൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നതെന്ന്. ചേച്ചിയുടെ യഥാർത്ഥ സ്വഭാവം ഇവൾക്കറിയില്ലല്ലോ. കൃഷ് ഓർത്തുപോയി. ആഡിസ്, ദിവിൻ, ധ്യാൻ ഇവർ 3 പേരാണ് കൃഷിൻ്റെ കൂടെ വന്നത്. ഡ്രസ്സൊക്കെ എടുത്തു കഴിഞ്ഞ് എല്ലാവരും കൂടി വീട്ടിലേക്ക് എത്തുമ്പോൾ രാത്രിയായിരുന്നു. 3 പേർക്കും കൂടി ഒരൊറ്റ മുറി മതി എന്ന് പറഞ്ഞതുകൊണ്ട് കൃഷ് പിന്നെ കൂടുതൽ നിർബന്ധിക്കാനും പോയില്ല. തൻ്റെ കൂടെ കിടന്ന നന്ദുവിനോട് മിണ്ടുമ്പോൾ ഒരു പ്രൈവസി കിട്ടില്ലല്ലോ, അതായിരുന്നു കൃഷിൻ്റെ മനസ്സിൽ. ഭക്ഷണമൊക്കെയും കഴിഞ്ഞു 4 പേരും ഒരുമിച്ച് പദ്ധതി ഒരുക്കി. അങ്ങനെ ആ ദിവസം വന്നെത്തി. ഇന്നാണ് നന്ദകൃഷ് എൻഗേജ്മെൻറ്റ്. പക്ഷെ 2 പേർക്ക് ഇപ്പോഴും അറിയില്ലല്ലോ തങ്ങളുടെ പാരൻസ് ഞങ്ങളെ തന്നെയാണ് കൂട്ടി യോജിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്ന്. അവിടുത്തെ പ്രശസ്തമായ ഒരു ബീച്ച് റിസോർട്ടിലായിരുന്നു എൻഗേജ്മെൻറ്റ് പാർട്ടി നടക്കുന്നത്. ഈവനിങ് പാർട്ടിയാണ് അറേഞ്ച് ചെയ്തിരുന്നത്. എൻഗേജ്മെൻറ്റ് പാർട്ടി എവിടെയാണെന്നത് കൃഷ്ണനോടും നന്ദുവിനോടും ഇരുവീട്ടുകാരും പറഞ്ഞിരുന്നില്ല. അവർക്കൊരു സർപ്രൈസ് അതായിരുന്നു അവർ ഉദ്ദേശിച്ചത്. തങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ഈ എൻഗേജ്മെൻറ്റ് എവിടെ നടന്നാലും ഇപ്പം എന്താ എന്ന പോലെ ഇരുവരും അതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല. വീട്ടിൽ വെച്ച് സിമ്പിളായിട്ടായിരിക്കും നടക്കുക എന്നായിരുന്നു നന്ദു ചിന്തിച്ചത്. ആദ്യം കൃഷിൻ്റെ നിശ്ചയം മുടക്കുക, അതായിരുന്നു അവരുടെ ലക്ഷ്യം. ആഡിസും ധ്യാനും കൃഷിൻ്റെ വുഡ്ബിയുടെ വീട്ടിൽ നേരിട്ട് ചെന്ന് കൃഷും നന്ദുവും ഒരുമിച്ചുള്ള ഫോട്ടോ കാണിച്ച് കൃഷ് മറ്റൊരു പെണ്ണുമായി പ്രണയത്തിലാണെന്ന് അറിയിച്ച് നിശ്ചയം മുടക്കുക, അതായിരുന്നു അവരുടെ ഉദ്ദേശം. തൻ്റെ നിശ്ചയം മുടങ്ങിയാൽ പിന്നെ കാര്യങ്ങൾ എളുപ്പമായല്ലോ. പിന്നെ നേരെ നന്ദുവിൻ്റെ എൻഗേജ്മെൻറ്റ് നടക്കുന്ന അവിടെ എത്തണം. അവിടെ നിന്ന് എല്ലാവരുടെ മുന്നിൽ വെച്ച് നന്ദു തൻ്റെ പെണ്ണാണ് തുറന്ന് പറയാം. പിന്നെ എന്താ നടക്കുന്നത് നേരിൽ കാണാം, അതായിരുന്നു കൃഷിൻ്റെ മനസ്സിൽ. അങ്ങനെ രാവിലെ തന്നെ കൃഷ് തൻ്റെ വുഡ്ബിയുടെ വീടും തപ്പിയിറങ്ങി. ഒരിക്കൽ പെണ്ണ് കാണാൻ ചെന്നതിൻ്റെ ചെറിയൊരു ഓർമ്മ മനസ്സിലുള്ളതുകൊണ്ട് ചോദിച്ചു പോകേണ്ട ആവശ്യം വന്നില്ല. കുറേ ദൂരെയായി വണ്ടി നിർത്തി ധ്യാനും കൃഷും വണ്ടിയായിരുന്നു. ആഡിസിനെയും ദിവിനെയും അകത്തേക്ക് പറഞ്ഞു വിട്ടു. അങ്ങോട്ട് ചെല്ലാൻ രണ്ടിനും നേരിയ പേടിയില്ലാതില്ല. എന്നാലും കൂട്ടുകാരന് വേണ്ടി ചെയ്തല്ലേ പറ്റൂ എന്നോർത്ത് രണ്ടും കൽപ്പിച്ച് കോളിംഗ് ബെൽ അമർത്തിയപ്പോൾ നന്ദുവിൻ്റെ അമ്മയായിരുന്നു ഡോർ തുറന്നത്. ആരാ? നന്ദുവിൻ്റെ അമ്മ ചോദിച്ചു. കൃഷ് വിവാഹം കഴിക്കാൻ പോകുന്ന കുട്ടിയുടെ ആരായിട്ട് വരും? ആഡിസ് മറുചോദ്യം ചോദിച്ചു. അമ്മയാണ്. നിങ്ങൾ ആരാ? അമ്മയെങ്കിൽ അമ്മ. അമ്മയോട് കാര്യം പറഞ്ഞ് പെട്ടെന്ന് സ്ഥലം വിടാം, ദിവിൻ പതിയെ പറഞ്ഞു. ഞങ്ങൾ കൃഷിൻ്റെ കൂട്ടുകാരാ. ആണോ? എങ്കിൽ വാപ്പിള്ളേരെ അകത്തിരിക്കാം. അമ്മ അവരെ അകത്തേക്ക് സ്വീകരിച്ചു. ഇത് കേട്ട ഉടനെ ദിവൻ അകത്തേക്ക് നടക്കാൻ ഒരുങ്ങിയെങ്കിലും ആഡിസ് അവൻ്റെ കാലിൽ ചവിട്ടി മെതിച്ചു. വേണ്ട ആൻറ്റി, ഞങ്ങൾക്ക് പോയിട്ട് ഇത്ര ധൃതിയുണ്ട്. ഞങ്ങളൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ വന്നേ. അത് പറഞ്ഞിട്ട് ഞങ്ങൾ പെട്ടെന്ന് പോവും. കൃഷ്ണൻ ഇത് നേരിട്ട് പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞങ്ങൾ വിട്ടത്. അത്രയും പറഞ്ഞ ആഡിസ് തൻ്റെ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്ത് കൈ പിടിച്ചു. ആൻറ്റി, കൃഷും ഞങ്ങളുടെ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയും തമ്മിലേ പ്രണയത്തിലാണ്. പ്രണയം എന്ന് പറഞ്ഞാൽ വെറും പ്രണയമല്ല, ഇരുവർക്കും പിരിയാൻ പറ്റാത്ത അത്ര തമ്മിൽ അടുപ്പത്തിലാണ്. ഈ കുട്ടിയല്ലാതെ അവൻ വിവാഹം കഴിക്കില്ല എന്നാണ് അവന് പറയുന്നത്. അവന് ഈ വിവാഹത്തിന് ഒട്ടും താല്പര്യമില്ലായിരുന്നു. അവൻ്റെ വീട്ടുകാർക്ക് വേണ്ടി അവൻ അന്ന് പെണ്ണ് കാണാൻ വന്നത് പോലും. അന്ന് നിങ്ങളുടെ മോള് ട്രിപ്പിന് പോയിരിക്കുമായിരുന്നല്ലോ, അതോടെ അവൻ ഇക്കാര്യം വിട്ടതായിരുന്നു. അത് കഴിഞ്ഞാണ്
കൃഷി ഈ പെൺകുട്ടിയെ കാണുന്നതും പരിചയപ്പെടുന്നതും ഇഷ്ടത്തിലാവുന്നതും എന്തിന് ഇരുവർ ഒരുമിച്ച് ഒരു വീട്ടിലായിരുന്നു താമസം. ഒരു വീട്ടിൽ താമസിച്ചെന്ന് പറയുമ്പോൾ ആൻറ്റി തന്നെ ചിന്തിച്ച് നോക്ക്. നിങ്ങൾ ഈ ഫോട്ടോസ് ഒന്ന് നോക്കിയേ, ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇരുവരും തമ്മിലുള്ള ബന്ധം. അങ്ങനെയുള്ള ഒരുത്തനെ കൊണ്ട് നിങ്ങളുടെ മോളെ കെട്ടിച്ച ആ കുട്ടിക്ക് ഒരിക്കലും സന്തോഷത്തോടെയുള്ള ഒരു ലൈഫ് ഉണ്ടാവില്ല. ഒരു കുട്ടിയുടെ ജീവിതം താൻ കാരണം നശിക്കാൻ കൃഷ് ആഗ്രഹിക്കുന്നില്ല. അത്രയും പറഞ്ഞ ആഡിസ് തൻ്റെ കയ്യിലെ ഫോൺ അവർക്ക് നേരെ നീട്ടി. കൃഷും നന്ദുവും തമ്മിലുള്ള റൊമാൻറ്റിക് ഫോട്ടോസ്, കെട്ടിപ്പിടിച്ചതും ഉമ്മ വെക്കുന്നതുമായിട്ടുള്ള ഫോട്ടോസ് കണ്ടു ആ അമ്മയുടെ കണ്ണ് തള്ളിപ്പോയി. അപ്പോഴാണ് നന്ദുവിൻ്റെ അച്ഛൻ അങ്ങോട്ട് വരുന്നത്. യമുന, ആരാ അത്? ഇവര് കൃഷിൻ്റെ കൂട്ടുകാരത്രേ. കൃഷും ഈ ഫോട്ടോയിൽ കാണുന്ന കൊച്ചും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന്. വേറെ ഇഷ്ടമല്ല, രണ്ടുപേരും ഒരു വീടെടുത്ത് ഒരുമിച്ചായിരുന്നു താമസമെന്ന് യമുന ഉള്ളിലൂടെ ചിരി മറച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു. ആ ഫോട്ടോസ് കണ്ടതും വർമ്മയും കിളി പോയി നിൽപ്പാണ്. അയാൾക്കും ഏകദേശ ധാരണ കിട്ടി. അപ്പോൾ നിങ്ങൾ ഈ നിശ്ചയം മുടക്കാൻ വന്നതാണ് അല്ലേ? വർമ്മ ഇത്തിരി ഗൗരവത്തിൽ ചോദിച്ചു. വേണേൽ അങ്ങനെയും പറയാം, ദിവിൻ പതിയെ പറഞ്ഞു. ശേഷം വർമ്മ ഒന്ന് അമർത്തി മൂളിക്കൊണ്ട് തൻ്റെ ഫോണെടുത്ത് കൃഷും നന്ദവും കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന കൃഷിൻ്റെ മുഖം വ്യക്തമാവാത്ത വീഡിയോ അവർക്ക് കാണിച്ചു. ഇത് തന്നെയല്ലേ നിങ്ങൾ പറഞ്ഞ പെൺകുട്ടി? അപ്പോൾ ഈ വീഡിയോയിലെ പയ്യൻ കൃഷ് തന്നെയാണോ? അതെ, ഇത് കൃഷും നന്ദുവും കൃഷുമാണ്. കണ്ടില്ല അവരുടെ ഒരു സ്നേഹം, ദിവിൻ പറഞ്ഞു. ശരി, ഇനി ഞാൻ നിങ്ങൾക്ക് എൻ്റെ മോളുടെ ഫോട്ടോ കാണിക്കട്ടെ? വേണമെന്നില്ല അങ്കിൾ. ആഡിസ് അത് പറയുന്നതിന് മുൻപേ അതെന്താ കണ്ടേക്കാം, ദിവിൻ ചാടിക്കയറി പറഞ്ഞു. അന്നേരം അയാൾ നന്ദുവും അയാളും ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോ ഇരുവർക്കും കാണാൻ പറ്റുന്ന പോലെ കാണിച്ചതും രണ്ടും കിളി പോയി നിൽപ്പാണ്. സ്പന്ദന എന്ന നന്ദു എൻ്റെ മകളാണ്. ഇന്ന് നടക്കാൻ പോകുന്നതേ കൃഷും അവളും തമ്മിലുള്ള വിവാഹ നിശ്ചയമാണ്. ഇനി നിങ്ങൾക്ക് ഇത് മുടക്കണോ? വർമ്മ ഇത്തിരി കനപ്പിച്ച് ചോദിച്ചു. വേണ്ട എൻ്റെ അങ്കിൾ, അവർക്ക് ഇക്കാര്യമൊന്നും അറിയില്ല. അപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു? അന്ന് കോളേജിൽ വെച്ച് പെണ്ണ് കാണാൻ ചടങ്ങിൽ നടന്നതൊക്കെ ആഡിസ് അയാളോട് പറഞ്ഞു. എൻ്റെ അങ്കിൾ, അന്ന് നന്ദുവിന് പകരം മറ്റൊരു പെണ്ണ് അവിടെ വന്നത്, ദിവിൻ സംശയത്തോടെ പറഞ്ഞു. എൻ്റെ പിള്ളേരെ, നിങ്ങൾ കളിച്ചതിന് അവളും കളിച്ചു. എൻ്റെ മോളായതുകൊണ്ട് പറയുമല്ല, നിങ്ങളെക്കാൾ ഉടായ്പാണ് അവൾ, വർമ്മ ചിരിയോടെ പറഞ്ഞു. അങ്കിൾ, ഞങ്ങൾ ഇക്കാര്യം കൃഷ്ണനോട് ചെന്ന് പറയട്ടെ. പാവം എന്തോരം ടെൻഷൻ അടിച്ചെന്നോ. ഇതറിയുമ്പോൾ അവൻ്റെ ബോധം പോകാതിരുന്നാൽ മതിയായിരുന്നു. ദിവിൻ കൃഷ്ണരികിലേക്ക് ഓടാനൊരുങ്ങിയതും വർമ്മ തടഞ്ഞു. വേണ്ട, രണ്ടുപേരും ഇപ്പോൾ ഒന്നും അറിയണ്ട. ഇത്രയും നാൾ രണ്ടുപേരും ഞങ്ങൾ പാരൻസിനെ വിഡ്ഢികളാക്കില്ലേ. ഇനി ഞങ്ങൾ അവരെ ഒന്ന് കളിപ്പിക്കാൻ തീരുമാനിച്ചു. അതിന് നിങ്ങളുടെ സഹായം കൂടി വേണം. ഇരുവരും തമ്മിൽ ചടങ്ങിൽ നേരിൽ കാണുന്നത് വരെ ഒരു തരത്തിലുള്ള കോണ്ടാക്റ്റ് ഉണ്ടാകാൻ പാടില്ല. എങ്കിൽ നിങ്ങളുടെ മകളുടെ കയ്യിലുള്ള കൃഷിൻ്റെ ആ ഫോൺ നിങ്ങൾ പൊക്കണം, ദിവിനൊന്നും ആലോചിക്കാതെ പെട്ടെന്ന് പറഞ്ഞതും ആഡിസ് അവനെ നോക്കി പേടിപ്പിച്ചു. അത് ശരി, അപ്പോൾ അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ടല്ലേ? അത്രയും പറഞ്ഞ അയാൾ തൻ്റെ മനസ്സിലെന്താണെന്ന് ഇരുവരോടും പറഞ്ഞതും ഇരുവരും കൂടെ നിൽക്കാമെന്ന് ഉറപ്പ് നൽകി അവിടെ നിന്ന് മടങ്ങി. പോയ കാര്യം എന്തായടാ? തിരികെ വണ്ടിക്കരികിലേക്ക് എത്തിയ ആഡിസിനെയും ദിവിനെയും നോക്കി കൃഷ് വേവലാതിയോടെ ചോദിച്ചു. ഒന്നുകൊണ്ടും പേടിക്കണ്ട, എല്ലാം സെറ്റാക്കിയിട്ടാണ് ഞങ്ങൾ മടങ്ങിയത്. വീടെത്തും വരെ നീ നിന്റെ നന്ദുവിനെയും സ്വപ്നം കണ്ട് കിടന്നു, ബാക്കിയൊക്കെ ഞങ്ങളേറ്റു എന്ന് ആഡിസ് പറഞ്ഞപ്പോൾ ഇവരെന്തായി പറയുന്നത് എന്നറിയാതെ കൃഷ് അവരെ സംശയത്തോடு നോക്കി. കൃഷ് പിന്നെയും ഓരോന്നും ചോദിച്ചുകൊണ്ടേയിരുന്നു എന്നല്ലാതെ രണ്ടുപേരും ഒന്നും വിട്ടു പറഞ്ഞില്ല. ഇതേ സമയം വർമ്മ നന്ദുവിൻ്റെ മുറിയിൽ ചെന്ന് അരിച്ച് പെരക്കി ആ ഫോൺ കൈക്കലാക്കി ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചു. അതിനിടയിൽ വർമ്മ കൃഷിൻ്റെ അച്ഛനെ വിളിച്ച് കാര്യങ്ങളൊക്കെയും പറഞ്ഞതും എല്ലാം കേട്ടൊരു നിമിഷം അവരും തറന്നു പോയിരുന്നു. ഇതിനിടയിൽ എൻഗേജ്മെൻറ്റ് പാർട്ടി എവിടെയാണ് നടക്കുന്നത് എന്നൊരു സൂചന നന്ദുവിന് കിട്ടിയിരുന്നു. അത് കൃഷിനോട് വിളിച്ച് പറയാൻ വേണ്ടി ഏറെ നേരമായി അവൾ തൻ്റെ ഫോൺ അന്വേഷിക്കുവാണ്. അവിടെ എവിടെയും തൻ്റെ ഫോൺ കാണാഞ്ഞതും അവൾക്കാകെ സങ്കടവും ദേഷ്യവും തോന്നി. അതിനിടയിൽ അവളെ ഒരുക്കാൻ വേണ്ടി മേക്കപ്പ് ആർട്ടിസ്റ്റുമാർ വന്നതും പിന്നെ അന്വേഷണം നിർത്തി അവൾ അവരുടെ കൂടെ ചെന്നു. കൃഷാണെങ്കിൽ നന്ദുവിനെ വിളിച്ച് കിട്ടാത്തതിൻ്റെ ടെൻഷനിലാണ്. അതിനേക്കാൾ അധികം അവനെ ദേഷ്യം പിടിപ്പിച്ചത് തൻ്റെ ദുഃഖത്തിലും ടെൻഷനിലും പങ്കുചേരാതെ ചിരിച്ച് കളിച്ച് അർമാദിക്കുന്ന തൻ്റെ കൂട്ടുകാരെ കണ്ടപ്പോഴാണ്. മൂന്നിൻ്റെയും ഒരുക്കം കണ്ടാൽ തോന്നും അവരുടെയാണ് എൻഗേജ്മെൻ്റ് എന്നത്. എന്ത് ചോദിച്ചാലും ഒന്നും പേടിക്കണ്ട, ഞങ്ങളില്ല കൂടെ എന്ന് മാത്രം പറഞ്ഞ് ഒഴിഞ്ഞു മാറും. സമയം പോയിക്കൊണ്ടിരുന്നു. പെണ്ണ് വീട്ടുകാരും ചെറുക്കൻ്റെ വീട്ടുകാരും റിസോർട്ടിലേക്ക് യാത്ര തിരിച്ചു. കൃഷ് തൻ്റെ അച്ഛൻ്റെ കാറിൽ അച്ഛൻ്റെ കൂടെയാണ് യാത്ര ചെയ്തത്. കൃഷും അച്ഛനും അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയും ഒരു കാറിലായിരുന്നു യാത്ര. മുങ്ങിയാലോ എന്ന് കരുതി അവൻ്റെ കൂട്ടുകാരെ മനഃപൂർവ്വം അവനെ അതിൽ പിടിച്ചിരുത്തിയതാണ്. നന്ദുവിൻ്റെ കാര്യം ആലോചിച്ച് കൃഷ്ണ ഒരു സമാധാനമില്ലായിരുന്നു. എവിടെയാണ് അവളുടെ വീടെന്നോ എവിടെയാണ് അവളുടെ എൻഗേജ്മെൻറ്റ് പാർട്ടി നടക്കുന്നതെന്നോ അവൾ ഇതുവരെ പറഞ്ഞില്ലായിരുന്നു. എല്ലാ അവസാനത്തേക്ക് മാറ്റി വെച്ചതാണ് താൻ ചെയ്ത മണ്ടത്തരം. അതിനേക്കാൾ വലിയ മണ്ടത്തരം അവൻ മാറി വിശ്വസിച്ചു എന്നതാണ്. കൃഷ് ഓരോന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ബീച്ച് റിസോർട്ടിലേക്ക് എത്തിയിരുന്നു.
കൃഷ് വണ്ടിയിൽ നിന്ന് ഇറങ്ങി തൻ്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് നടന്നു. അന്നേരം മൂന്നും കൂടി അവനെ നിർബന്ധിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവൻ്റെ മുടിയൊക്കെ ഒതുക്കി ഫൈനൽ ടച്ചപ്പ് നടത്തി. ആഡിസ്, കുറേ നേരമായി ഞാൻ ഇത് സഹിക്കുന്നു. എന്താണ് നിങ്ങളുടെ പ്ലാൻ? കൃഷ് അല്പം കനപ്പിച്ച് ചോദിച്ചു. എന്ത് പ്ലാൻ? ഒരു പ്ലാനും ഇല്ല. നിന്റെ അച്ഛനും അമ്മയും ആഗ്രഹിച്ചതുപോലെ അവർ കണ്ടെത്തിയ പെണ്ണുമായി നിന്റെ നിശ്ചയം നടക്കുന്നു. അല്ലേലും ആ പാവം അച്ഛനെയും അമ്മയും ചതിക്കാൻ എന്നെ കിട്ടില്ല. ഇത്രയും നാൾ വളർത്തി വലുതാക്കിയ അച്ഛനെയും അമ്മയാണോ വലുത്, അതോ ഇന്നലെ കണ്ട പെണ്ണാണോ? അതുമല്ല, നീ കെട്ടാൻ പോകുന്ന കൊച്ചുണ്ടല്ലോ, നിന്റെ നന്ദയേക്കാൾ സൂപ്പറാ. ആഡിസ് ഭാവമാറ്റില്ലാതെ പറയുന്നത് കേട്ടതും കൃഷിൻ്റെ മുഖം ദേഷ്യത്താൽ ചുവന്നു. അവൻ ആഡിസിൻ്റെ കോളറിൽ പിടുത്തമിട്ടപ്പോൾ എല്ലാവരും കൂടി പിടിപിടിപ്പിച്ചു. ദാ, ഇത്രയും നേരം നീ ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത്. എനിക്കറിയാം എന്ത് വേണമെന്ന്. ആരുടെയും സഹായം ഇല്ലാതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. ഒടുവിൽ കൃഷ് ദേഷ്യത്തോടെ അവിടെ നിന്ന് ഇറങ്ങി നടന്നപ്പോൾ അവൻ്റെ മുത്തശ്ശൻ അവൻ്റെ അരികെ വന്നു മുഹൂർത്തം ആവാറായി എന്നും പറഞ്ഞ് അവൻ്റെ കൈയും പിടിച്ച് വേദിയിലേക്ക് നടന്നു. വേദിയിൽ കൃഷ്ണൻ്റെ അച്ഛനും അമ്മയും മുത്തശ്ശിയും ഉണ്ടായിരുന്നു. അവൻ്റെ മനസ്സാകെ അസ്വസ്ഥമായിരുന്നു. എന്ത് ചെയ്യണം എന്നൊരു പിടുത്തവും ഇല്ലായിരുന്നു. മനസ്സ് നൂല് പൊട്ടിയ പട്ടം കണക്കെ ദിശ അറിയാതെ സഞ്ചരിച്ചു. ഈ സമയത്ത് തന്നെയായിരുന്നു നന്ദുവിൻ്റെ കൈയും പിടിച്ച് അവളുടെ അച്ഛൻ വേദിയിലോട്ട് നടന്നു വരുന്നത്. നന്ദുവിൻ്റെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. കൃഷ്ണ ഓർത്ത് അവളുടെ ഹൃദയം ക്രമം തെറ്റി മിടിക്കുന്നുണ്ടായിരുന്നു. അവൾ ഓരോന്ന് ആലോചിച്ച് ആരുടെയും മുഖത്ത് പോലും നോക്കാതെ താഴേക്ക് കണ്ണു നട്ട് ഒരു പാവ കണക്കെ അച്ഛൻ്റെ കൂടെ നടന്നു. ദേ, നന്ദുമോൾ എത്തിയല്ലോ, അങ്ങോട്ട് നോക്കിക്കേ, മുത്തശ്ശൻ പറഞ്ഞു. എനിക്കാരെയും കാണണ്ട എന്നും മനസ്സിൽ പറഞ്ഞു. മുത്തച്ഛൻ പറഞ്ഞതിനെ പുച്ഛിച്ച് തള്ളി കൃഷ് മുഖം ചരിച്ചു. അന്നേരമാണ് വേദിയുടെ വശത്തൊരുക്കിയ എൻഗേജ്മെൻറ്റ് നെയിം ബോർഡ് അവൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. എൻഗേജ്മെൻറ്റ് സെറമണി ഓഫ് കൃഷ് ആൻഡ് സ്പന്ദന. സ്പന്ദന. കൃഷിൻ്റെ അതരങ്ങൾ മുഴഞ്ഞു. മുത്തച്ഛൻ നേരത്തെ പറഞ്ഞ ദേ നന്ദുമോള് എത്തിയല്ലോ എന്നത് അവൻ ഒന്നുകൂടി ഓർത്തു. ഇത്തവണ അവൻ ആ പെൺകുട്ടിയെ നോക്കാതിരിക്കാനായില്ല. ആകാംക്ഷയോടെ അവൻ്റെ കണ്ണുകൾ മീനുവിൻ്റെ കൈയും പിടിച്ച് വരുന്ന പെണ്ണിലേക്ക് നീണ്ടു. ഒരു നിമിഷം അവൻ ശ്വാസം എടുക്കാൻ പോലും മറന്നുപോയിരുന്നു. അടുത്ത നിമിഷം അവൻ്റെ കണ്ണുകൾ നീണ്ടത് തൻ്റെ കൂട്ടുകാരിലേക്കാണ്. അന്നേരം എല്ലാം കൂടി തന്നെ നോക്കി ഇളിക്കുന്നത് കണ്ടതും സന്തോഷവും സങ്കടവും ഒരുമിച്ച് വന്നതുകൊണ്ട് അവൻ എന്ത് ചെയ്യണം എന്നറിയാതെയായി. വീണ്ടും അവൻ്റെ കണ്ണുകൾ തൻ്റെ പ്രിയപ്പെട്ടവളിലേക്ക് നീണ്ടു. അവളുടെ ആ വരവ് കണ്ടപ്പോൾ അവന് ശരിക്കും സങ്കടം തോന്നി. ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചാലോ എന്നുവരെ തോന്നിപ്പോയി.